ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സാധാരണ കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് ഇത്, ജിം. ഞാൻ ഇന്നിവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 2 കൊറിയർ വന്നു. ഒന്ന് തോടെ വെച്ചിട്ട് കാണിച്ചു തരാം. വെയിറ്റ് വെക്കേണ്ട ഈ ജിമ്മിനകത്ത് നമ്മൾ വെയിറ്റ് ഉണ്ടല്ലോ, ഈ ഇഷാനിയാണെങ്കിൽ കുറേ വെയിറ്റ്സ് വാങ്ങി. അപ്പോൾ അത് വെക്കാനൊരു സ്റ്റാൻഡില്ലാതെ അതെല്ലാം ഇങ്ങനെ തറയിൽ മുട്ടിയിട്ടേക്ക് വരുന്നത്. അങ്ങനെ വെയിറ്റ് വെക്കാനുള്ള സ്റ്റാൻഡ് വാങ്ങി. അപ്പോൾ എനിക്കിവിടെ എത്തിക്കണമായിരുന്നു. അപ്പോൾ എനിക്കിത് വേറൊരു കൊറിയർ, എനിക്കൊരു ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ഒരു കൊറിയറും വന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ടത്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ നോക്കും. ഈ ജിമ്മ് നമുക്ക് താഴെ നമ്മുടെ വീട്ടിലൊരു ബെഡ്റൂമായിരുന്നു നമ്മൾ ജിമ്മായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനല്ല, കിച്ചുമാണ് അത് യൂസ് ചെയ്യുന്നത്. ഒരു ത്രെഡ്മില്ലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇതാക്കുന്ന സാധനങ്ങൾ വായൊക്കെ പോകാനൊക്കെ ചെയ്യുന്നത് ഞാനാ ചെയ്യുന്നില്ല. ത്രെഡ്മിൽ പണ്ട് ഞാൻ ഒരിടയ്ക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഏതോ ഒരു പോയിന്റിൽ ചെറിയൊരു മുട്ട് വരുന്നു. ഐ പ്രിഫർ ടു ഗോ ഔട്ട് സൈഡ് ആൻഡ് വോക്ക്. പുറത്ത് നടക്കാനാണ് ഇഷ്ടം. പൊതുവേ എക്സസൈസ് ചെയ്യാനൊക്കെ നല്ല മടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ വന്നാൽ ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ പണ്ട് അമ്മു ജനിച്ചു കഴിഞ്ഞ സമയത്തൊന്നും ഞാൻ ചെയ്തില്ല. ജനിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ചെയ്തായിരുന്നു. എന്നിട്ട് ഐ കെയിം ബാക്ക്. എൻ്റെ 50 കിലോ ആണ് എൻ്റെ ഒരു നോർമൽ വെയിറ്റ്, അതിലെത്തി. പിന്നെ ഇഷാനി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് യോഗ പഠിപ്പിക്കാൻ. ഇതൊക്കെ മോട്ടിവേഷൻ കൂടുതലെടുക്കണ കിച്ചുവാണ് കേട്ടോ. എനിക്ക് മടിയാണ്. എന്നാലും ഞങ്ങൾക്ക് യോഗ പഠിപ്പിക്കാനൊക്കെ ഒരു സാറ് നമ്മുടെ വീട്ടിൽ വരുന്നത്. എനിക്കത് ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ സാറ് വീട്ടിൽ വരുന്നുണ്ടല്ലോ 5 മണിക്ക്. അപ്പോൾ 5 മണിക്ക് എനിക്ക് 5 മണിക്ക് മുമ്പ് ഉറക്കമാണെങ്കിൽ ഒന്ന് റെഡിയാവാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നൊരു ദിവസം ഞാൻ ഉറക്കുമ്പോൾ ഭയങ്കര മഴയായിരുന്നു, പെരുമഴ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മഴ. സാറ് ബൈക്കിലാണ്. അപ്പോൾ ഞാൻ പറയാം എന്തായാലും സാറ് വരായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ബെല്ലടിക്കും. നമ്മൾ നോക്കിയപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പുള്ളി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുക. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അതൊക്കെ പിന്നെ എപ്പോഴും കിച്ചു ഷൂട്ടിലൊക്കെ പോയപ്പോൾ അതങ്ങ് ഡിസ്കണ്ടിന്യൂ ആയി. പിന്നെ അതൊക്കെ ഇന്ന് ഞാനിപ്പോൾ ഈ കൊറിയർ വന്നത് കൊണ്ടാണ് ഐ ഹാവ് ടു ഗോ ആൻഡ് കളക്ട്. അതായത് ഒരു സാധനം അയച്ച എൻ്റെ ഫ്രണ്ടിനെ വെച്ച് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് ആ കൊറിയറിൽ ഇങ്ങോട്ട് സർവീസ് ഇല്ല. അതവിടെ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അടുത്തുള്ള ഒരു കൊറിയറിൽ വന്നു. അങ്ങനെ ആയിട്ട് ഇപ്പോൾ കളക്ട് ആണ്. അങ്ങനെ നല്ല ഡ്രസ്സ്. ഇന്നത്തെ ദിവസം അമ്മുവിൻ്റെ ബെസ്റ്റ് ക്ലോസസ്റ്റ് ഫ്രണ്ട് നമ്മളെ മീനാക്ഷി ഉണ്ട്. മീനാക്ഷിയുടെ എൻഗേജ്മെൻ്റ് ആണ് ഒരു ഉച്ചയ്ക്ക് മുന്നേ. ആൻഡ് വൈകുന്നേരം നമ്മുടെ നെയ്ബർ മെറീനയുടെ കല്യാണവും, പള്ളിയിൽ വെച്ച് കല്യാണവും, അത് കഴിഞ്ഞുള്ള റിസപ്ഷനും. അപ്പോൾ ഇതെല്ലാം പോകണം. അപ്പോൾ എനിക്ക് ഇനി പതുക്കെ പോയി വേഗം ഡ്രസ്സ് ചെയ്ത് റെഡി ആവണം. മുഖത്തിന് കരിയൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ അങ്ങോട്ട് പോയാൽ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സാരിയെ കൊണ്ടിട്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് വന്നത് ഐ വാസ് ലൈക്ക് എന്തായിരിക്കും എനിക്ക് അയച്ചപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതൊരു റിമൈൻഡറാണ്. റിമൈൻഡർ എന്ന് വെച്ചാൽ ഫുൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാനുള്ള ഹെൽത്തി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി ഫ്ലാക്സ് സീഡ്, മറ്റേ ചിയാ സീഡ്, ആൽമണ്ട്, മറ്റേ ഓർഗാനിക് ഹണി, പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ആക്ടർ നന്ദുവിൻ്റെ ഫ്രണ്ടാണ് ഈ റെജിലേക്ക്. അവർക്കൊരു ഗ്രീൻസ് ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അവർ മെയിൻലി കാലിക്കറ്റ്, പെരിന്തൽമണ്ണ അവിടെ ബേസ് ചെയ്താണ്. പക്ഷെ നമ്മൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം അവരത് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നാൾ മുമ്പേ എനിക്ക് നമ്മുടെ ആക്ടർ നന്ദു ആണ് രഞ്ജിലിനെ പരിചയപ്പെടുത്തി തന്നെ. ഈ നന്ദു എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ നന്ദു എന്നോട് ഇങ്ങനെ സിന്ധു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ എനിക്ക് രജിലയൊക്കെ എൻ്റെ നമ്പർ കൊടുത്ത് രജില എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ കാണിക്കാൻ പറ്റും ആ രീതിയിലാണ് ആദ്യം സംസാരിച്ചത്. അപ്പം ഞാൻ രജിലയോട് പറഞ്ഞു, രജില എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല മടിയാണ് കേട്ടോ, എനിക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഉഴപ്പി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻക്വയറൊക്കെ ചെയ്തു. എനിക്ക് കിട്ടിയ അന്ന് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ 3-4 ഫ്രണ്ട്സിന് കൊടുത്തു. എൻ്റെ ആക്ച്വലി പൂനെയിലുള്ളൊരു ഫ്രണ്ട്, പുള്ളിക്കാരി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഷീ ജോയിൻഡ് ആൻഡ് ഷീ ഡിഡ് ആൻഡ് ഷീ റെഡ്യൂസ്ഡ് അറൌണ്ട് 15 kilos. ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ DP-യിലെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പഴയ ഫോട്ടോ ആണോ പുതിയ ഫോട്ടോ? ഞാൻ വേഗം മെസ്സേജ് ചെയ്തു. ഞാൻ ചോദിച്ചത് പുതിയ ഫോട്ടോ ആണോ? അപ്പോൾ എനിക്ക് പുതിയ ഫോട്ടോ ആണ്. അപ്പോൾ വാവ് എങ്ങനെ ഇത്രയും എങ്ങനെ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തപ്പോൾ 15 കഴിഞ്ഞത് നമ്മുടെ ഈ ഗ്രീൻസ് ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമുക്കൊരു ഓൺലൈൻ പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സൂം കോളിലൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് 1 hour പ്രോഗ്രാമാണ്. 1 hour എക്സസൈസ് ആണ്.
ആൻഡ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് വീട്ടിലിങ്ങനെ ഭയങ്കര ഹെൽത്ത് ഫ്രീക്സ് പോലത്തെ ആൾക്കാരല്ല, അല്ലാതെ തന്നെ നമ്മൾ ഹെൽത്ത് അധികം ശ്രദ്ധിക്കാതെ ഒന്ന് ഉഴപ്പി, പക്ഷേ വി വോണ്ട് ടു ജസ്റ്റ് ഗെറ്റ് ബാക്ക്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു പുറത്ത് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാനുള്ളൊരു മടി, അങ്ങനെയൊക്കെയുള്ള ധാരാളം പേരുണ്ടല്ലോ. കൂടുതലും ഐ തിങ്ക് ലേഡീസിന് ഇറ്റ് ബി വെരി 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 ഹെൽപ്ഫുൾ. ബിക്കോസ് നമുക്ക് ആ സൂമിൽ അവരുടെ ടൈമിൽ നമുക്ക് കയറാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം. റെക്കോർഡഡ് ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അവരൊരു നമുക്ക് വേണ്ടി ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻ ഇല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവർ നമ്മളെ ഗൈഡ് ചെയ്യും പെർഫെക്റ്റ് ആയിട്ട്. ലൈക്ക് വാട്ട് ക്യാൻ വി ഈറ്റ്, വാട്ട് വി ക്യാൻ നോട്ട് ഈറ്റ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്താ കഴിച്ചത്, എന്താ കഴിക്കാത്ത, നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി, നമുക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ബി ലൈക്ക് നമ്മളെ ആരും മോണിറ്റർ ചെയ്യുന്നു. ഞാനും കിച്ചും പണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു സ്ഥാപനത്തിൽ പോയി, ഇപ്പോഴില്ല, ഒരുപാട് വർഷം 15 വർഷം മുമ്പ്. അന്നൊക്കെ ഡെയിലി പിറ്റേന്ന് പോകുമ്പോൾ നമ്മൾ ഡയറിയിൽ എഴുതിയിട്ട് പോകണം, നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചു, ലഞ്ച് എന്ത് കഴിച്ചു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കഴിക്കാതിരിക്കുമ്പോണ്ടല്ലോ, ഞാനിന്ന് ഒരു പ്ലേറ്റ് ബിരിയാണി കഴിച്ചു എന്നൊക്കെ എഴുതിക്കൊണ്ട് ചമ്പൻസ് ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോയിൽ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്ററിങ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് അവർക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിലുണ്ടല്ലോ ലേഡി ട്രെയിനേഴ്സ് ഉണ്ട്. പലർക്കും അതൊരു ചമ്മലം, എനിക്ക് വലിയ ചമ്മലൊന്നുമില്ല കേട്ടോ. ആണുങ്ങളാണ് ട്രെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ ചമ്മലൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ട് അതിനൊരു ഡൗട്ട്സ് ചോദിക്കാനും നമുക്ക് ഇത്ര തടിയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് ചെറിയൊരു ഇൻഹിബിഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അവരെ നമുക്ക് വേണമെന്ന് വെച്ചാൽ അവർ ലേഡി ട്രെയിനേഴ്സിനെ അവർ നമുക്ക് രജില എൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഐ തിങ്ക് ദേഴ്സ് എ 1 month നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 month ഒരു കോഴ്സ് ഉണ്ട്, അങ്ങനെ ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ടും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. ദേ ആർ റെഡി ടു ഗിവ് us ക്ലാസ് അങ്ങനെ. അപ്പം എന്നോട് പറഞ്ഞു സുന്ദു ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അത് ചെയ്യാനുള്ള ആ ഒരു വലിയൊരു മോട്ടിവേഷൻ എനിക്ക് വരുന്നില്ല. പക്ഷെ എൻ്റെ ഈ പ്രോഗ്രാം, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലേഡീസ് ഹു വിഷ് ടു ജോയിൻ, യു കെൻ ഓൾവേസ് ചെക്ക് ഇറ്റ് ഔട്ട്. വളരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. അത് ഞാൻ ഇതിൻ്റെ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഐ തിങ്ക് എൻ്റെ ഒരു കോഡുണ്ട്, ആ കോഡ് ഞാനിവിടെ എഴുതാം. ആ കോഡ് യൂസ് ചെയ്താൽ യു ഗെറ്റ് 500 rupees ഓഫ്. അപ്പോൾ എല്ലാവരും ചെക്ക് ദിസ് ഔട്ട്. ഓക്കെ, ദോസ് ഹു റിയലി want to stay at home and start a very healthy lifestyle, do little exercise and എന്താണ് നമ്മൾ ആരും മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെൽത്ത്, നമുക്ക് വേണ്ടി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മച്ച് ബെറ്റർ ആകാൻ വേണ്ടി നമ്മളോട് സ്നേഹമുള്ള ഒരാൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു എന്നൊരു ഫീൽ ഉള്ളതേ നല്ലതല്ലേ. ഇറ്റ്സ് എ നൈസ് ഫീൽ. സോ ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് രജില ഡോണ്ട് വറി, ഞാൻ എന്തായാലും ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ചെറിയൊരു മോട്ടിവേഷൻ്റെ ഒരു കുറവുണ്ട്, അതൊന്ന് വന്നോട്ടെ. I will surely join in. Fitness and beauty studio will give you something really good. ഇത് ഞാൻ I think around 25 countries ഓൺലൈനിൽ ധാരാളം മലയാളികൾ ഇതിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഈവൻ ഗോട്ട് എ ലോട്ട് ഓഫ് ഗുഡ് റിസൾട്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് പിങ്കിക്ക് നല്ല റിസൾട്ടാണ് വന്നത്. ഞാൻ വേറെ 1-2 പേരോട് കൂടി പറഞ്ഞു, പക്ഷെ അവരുടെ ഒന്നും ഞാൻ അങ്ങനെ ചോദിച്ചില്ല എന്തായി. പിങ്കിയുടെ DP കണ്ടപ്പോൾ ഞാനിങ്ങനെ പറയും, ഓ വാവ് എന്ത് വ്യത്യാസമായിട്ട്. അന്ന് ഞാൻ മനസ്സിലാക്കി അയ്യോ ഞാനും കൂടെ ജോയിൻ ചെയ്തെങ്കിൽ എൻ്റെ DPയും പഴയ ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നു, പുതിയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഇവിടെ ഇച്ചിരി ഡബിൾ ചിന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ബ്രൗൺ ഒക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഡബിൾ ചിന്നൊക്കെ ഒന്ന് അറിയാതിരിക്കാൻ. മറ്റേ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു 10 കിലോ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് കുറയ്ക്കാൻ പറ്റിയാണല്ലോ. ഇറ്റ്സ് നൈസ്. ആൻഡ് വേറൊരു കാര്യം, നമ്മൾ ചിലരാണെങ്കിൽ ഒരു എക്സസൈസ് ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ടൊന്ന് ഡയറ്റ് ചെയ്യും, അത് കഴിക്കാതെ ഇത് കഴിക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡള്ളായിട്ട് ഡാർക്ക് സർക്കിളൊക്കെ വന്നിങ്ങനെ വല്ലാതിരിക്കും. പക്ഷെ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ശരിക്കും ആ ഡിഫറൻസ് കാണാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഇൻടേക്ക് നമ്മൾ എടുക്കുകയും നമുക്ക് വേണ്ട എക്സസൈസ് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യുകയും നമ്മൾ ആ വളരെ ഡിസിപ്ലിൻഡ് ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ലീഡ് ചെയ്യുമ്പോഴല്ലോ നമുക്ക് ആൾക്കാരിൽ ആ വ്യത്യാസം കാണാൻ പറ്റും. നമ്മുടെ വീട്ടിൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇഷാനി. റിയലി ആദ്യമൊക്കെ അവളെ നമ്മൾ വരെ കളിയാക്കി തുടങ്ങിയിരുന്നു, പക്ഷേ വി റിയലി സോ ദാറ്റ് ഇഷാനിയിലത് കണ്ടപ്പോൾ ഐ റിയലി സ്റ്റാർട്ടഡ് ട്രസ്റ്റിംഗ് ഇതുപോലത്തെ ഓൺലൈനിൽ സംഭവങ്ങൾ. സോ ഈ ഗ്രീൻ ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇസ് ഓൾ ദെയർ ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് യു ക്യാൻ യൂസ് മൈ കോഡ് ആൻഡ് അവെയിൽ എ ഡിസ്കൗണ്ട് ഓഫ് 500 rupees. അപ്പോൾ ഇനി വേറെ എന്താ ഞാനിനി കാണിച്ചത്, ഞാൻ വാങ്ങിച്ച മറ്റേ വെയിറ്റ് സ്റ്റാൻഡ് കാണിച്ചു തരാം. ഞാനിവിടെ വല്ലപ്പോഴും കയറുന്ന
പൊടിയൊക്കെ അടിച്ചിവിടേക്ക് ഒന്ന് നീറ്റാക്കി വെക്കാനുണ്ടാക്കി. കിച്ചു ആക്ച്വലി ഡൽഹി പോയതിന് ശേഷമാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ പൊക്കി ഇവിടെ എത്തിച്ചു. ഇനി വന്നിട്ട് എന്തെങ്കിലും കുറ്റമൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആരും ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തില്ല, യൂസ് ചെയ്തില്ല. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ അതിനുവേണ്ടി ഈ വെയിറ്റ് സ്റ്റാൻഡ് വെക്കാനും കൂടെ ആയിട്ട് കയറി വന്ന് എനിക്ക് ഈ ഗിഫ്റ്റും കൂടെ കിട്ടിയപ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദിസ് ടു യു. ഇനിയിപ്പോൾ ഞാൻ വേഗം പോട്ടെ. ഇതാണ് ഇന്ന് വന്ന, കാണുന്നുണ്ടോ? ഇതാണ് ഇന്ന് വന്ന വെയിറ്റ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡ് കേട്ടോ. വലിയ സ്റ്റാൻഡാണ്, നല്ല സ്റ്റാൻഡ്. ഇനി കുറച്ച് എനിക്കൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു വെയിറ്റാണ്. അത് ഞങ്ങളുടെ യോഗയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതൊക്കെ ഓർഡർ ചെയ്തില്ല. ഓർഡറൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ യോഗ ടീച്ചർ ഒരു മാസം അവധിക്ക് പോയി. ഞാൻ ഹാപ്പി ആയിട്ട് നിർത്തുകയും ചെയ്തു. അപ്പോൾ ഇനി സമയമായിരുന്നു വിയർക്കുന്നു. ഈ റൂമിൽ വെക്കാനുള്ള ടേബിൾ ഫാൻ ഞാൻ ഓർഡർ ചെയ്തു. ടേബിൾ ഫാൻ അല്ല, പെഡസ്റ്റൽ ഫാൻ ഓർഡർ ചെയ്ത് എത്തിയില്ല. ഓട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം അപ്പോൾ സാരിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ റെഡിയായി. കുറേ നേരം ഞാൻ രാവിലെ ആ ജിമ്മിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ലേറ്റായി. ഞാനിന്ന് മഴ നോക്കിയിട്ട് സാരി ഉടുക്കണോ ചുരിദാർ ഇടണോ എന്നിങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ മഴ പെയ്യുന്നില്ല. സോ ഐ തോട്ട് I'll wear സാരി. അപ്പോൾ രാവിലെ ഫസ്റ്റ് അമ്മുവും ഞാനും കൂടെ പോകുന്നത് മീനാക്ഷിയുടെ എൻഗേജ്മെൻറ്റിനാണ്. അമ്മുവിൻ്റെ വെരി 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 ക്ലോസ് ഫ്രണ്ടാണ് മീനാക്ഷി. മീനാക്ഷി ഞങ്ങളുടെ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ മീനാക്ഷി കുഞ്ഞിലേ തൊട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ ബർത്ത്ഡേ പാർട്ടീസിനും വരും. ആൻഡ് ഒരു സെയിം സ്കൂൾ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വെരി സ്വീറ്റ് ഗേൾ ആൻഡ് വെരി ഹാർഡ് വർക്കിംഗ് ഗേൾ. സോ ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ ഫോർ മീനാക്ഷിയുടെ എൻഗേജ്മെൻറ്റ്. അമ്മു രാവിലെ പോയിരുന്നു മീനാക്ഷിയെ മേക്കപ്പ് ഇടുന്നതൊക്കെ കാണാനായിട്ട്. എന്നിട്ട് അമ്മു വന്നു. ഞാൻ റെഡിയായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും കുറച്ച് വർക്കൗട്ട് ചെയ്യണം. ഈ സാരിയൊക്കെ ഉടുത്തിട്ട് ഈ ബ്ലൗസ് ഇടുമ്പോൾ ഈ കൈയുടെ തടിയെല്ലാം കാണുമ്പോഴാണ് വിചാരിക്കണേ ഐ ഷുഡ് ഓൾസോ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് വർക്കൗട്ട്. ആൻഡ് നമ്മുടെ റെജിലയുടെ ആ ഒരു ഫിറ്റ്നസിൻ്റെ സംഭവം ഐ ഷുഡ് ജോയിൻ സൂൺ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം. എനിക്ക് ഭയങ്കര കുറച്ച് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ എനിക്ക് വരാനൊക്കെ ഇച്ചിരി മടിയാണ്. പക്ഷെ വന്നാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷെ അത് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് ബി ഡൂയിങ് ഇറ്റ്. ബിക്കോസ് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയതിനൊക്കെ ശേഷം ഉണ്ടല്ലോ, ഈ ലോക്ക്ഡൗണിനൊക്കെ ശേഷം ഐ സോ ഒത്തിരി ധാരാളം ആൾക്കാർ ഇതുപോലെ അവരുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കി, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു, ഡയറ്റ് നോക്കി, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഐ സോ ഇൻ എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മുടെ വീട്ടിൽ തന്നെ ഈശാനി മെലിഞ്ഞി നമുക്കിപ്പം ഫോളോയിങ് എ ഡയറ്റ് ആൻഡ് ഡൂയിങ് എക്സസൈസ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും തോന്നും അത് വണ്ണം കുറയാനാണ്. പക്ഷെ വണ്ണം വെക്കാനും ഉണ്ട്. ഇഷാനി നല്ലൊരു എക്സാമ്പിളാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഇഷാനി, ഭയങ്കര ഫോക്കസ്ഡ് ആണ്. സോ എനിക്ക് ആ ഇഷാനിയുടെ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ അല്പത്തേക്ക് അതിൻ്റെ ഒരു ഇച്ചിരിയെങ്കിലും എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ അത്ര ഈ കാര്യത്തിൽ അത്ര ഡെഡിക്കേറ്റഡ് അല്ല. ബട്ട് ഐ ഷുഡ് ഓൾസോ വർക്കൗട്ടൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് അവർ പറയുന്നതെല്ലാം ഒന്ന് കേട്ട് ഐ ഷുഡ് ഓൾസോ പ്ലാൻ സൂൺ. അപ്പോൾ നമുക്കിനി എൻഗേജ്മെൻറ്റിന് വില്ലാമായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻഗേജ്മെൻറ്റ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വെച്ചാൽ മോർണിംഗ് ഇതുണ്ട്, മീനാക്ഷിയുടെ എൻഗേജ്മെൻ്റ് ഉണ്ട്. ഈവനിങ് നമ്മുടെ കല്യാണ വീട് ഉണ്ട്, മെറീനയുടെ കല്യാണമാണ് ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിൽ വെച്ചിട്ട് കല്യാണം. അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഹൈസിന്തിൽ വെച്ചിട്ട്. സോ ടുഡേ ഇറ്റ്സ് എ വെരി ബിസി ഡേ. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ആണ് നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യണം. അപ്പം ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങുമ്പോൾ ഐ തോട്ട് ഐ ടേക്ക് എ വ്ലോഗ്. അപ്പോൾ ഐ ക്യാൻ ഷെയർ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ട് എവർ ഐ ടേക്ക് വിത്ത് യു പീപ്പിൾ. അപ്പോൾ ഇനി നമുക്ക് മീനാക്ഷിയുടെ എൻഗേജ്മെൻറ്റ് വെന്യൂ എത്തി. അത്യാവശ്യം സണ്ണിയാണ്. ഐ ആം സോ ഹാപ്പി. ഇല്ല, എനിക്കൊന്നുമില്ല. ഈ രണ്ടുപേരും അമ്മുവാണ്. അഹാന അമ്മു ആൻഡ് മീനാക്ഷി അമ്മു. മീനാക്ഷി ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മീനാക്ഷിയെ അമ്മു വഴി തെറ്റിച്ചു വിട്ട്?
വില്ലത്തി അമ്മ മീനാക്ഷിക്ക് ഒരു ദിവസം അമ്മ ഇങ്ങനെ വഴി തെറ്റിച്ചിട്ട് ബസ്സൊക്കെ തെറ്റി പാവം മീനാക്ഷി നടക്കാൻ തുടങ്ങി. കൊള്ളാല, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളെ മാല നല്ല രസമുണ്ട് കേട്ടോ. എവിടെന്നാ? ഭീമയുടെ പരസ്യം. സാരി മറ്റേ സിൽക്കി വേഗം. ഈ നിൽക്കുന്ന കുട്ടി ഒരു സിമ്പിൾ കുട്ടിയെന്നല്ല, സി എ ഒക്കെ പുല്ലുപോലെ പാസ്സായ ഒരു കുട്ടിയാണ്. അതാണ് ഇപ്പൊ നല്ല ബുദ്ധി ഉണ്ടായിട്ടാണ് ഇത്ര പെട്ടെന്ന് സി എ ഒക്കെ കിട്ടിയെങ്കിൽ പോട്ടെ. നമ്മളൊക്കെ ഒരേ ഒരു കാറ്റഗറിയിൽ നിന്നിട്ട് സി എ കിട്ടിയതിലാണ് ഇവിടുത്തെ ഒരു അത്ഭുതം. ഇതൊക്കെ എല്ലാരും കാണില്ലേ? രണ്ട് ടീച്ചേഴ്സിനൊക്കെ ഒരു കുഴപ്പമില്ല. സംശയം എനിക്ക് ഓറൊന്നുമല്ല മോളെ, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നമുക്ക് ആന്റിയുടെ സാരി കളർ, അത് ആന്റിയുടെ സാരി. ആന്റിയുടെ സാരി ഇത് അമ്മുവിന്റെ ഫ്രണ്ട്. അമ്മു, ആ ഗ്രൂപ്പിന്റെ പേരെന്താണ്? അനിതയുടെ ഓഞ്ച്. അവിടെ ഇങ്ങനത്തെ ഏത് സാരി കിട്ടിയാലില്ലേ, അമ്മ ഒക്കെ സ്ലീവ്ലെസ് ബ്ലൗസ് കിട്ടും. ഞാൻ നൈസ ബ്ലൗസ് ഞാൻ തയ്ക്കും, കല്ലിയല്ല. ഇതിന്റെ ബ്ലൗസ് ആരുടെ? ഇതിന്റെ ബ്ലൗസ് ഇതാണോ? അല്ലല്ല, ഇത് സെപ്പറേറ്റ്. മീനാക്ഷിയുടെ അമ്മ. മീനാക്ഷിയുടെ അമ്മയുടെ പേരും സിന്ധു എന്നാണ്. അതെ, സിന്ധു സിന്ധു അമ്മു അമ്മു. ആ, സിന്ധു സിന്ധു അമ്മു അമ്മു. ആ, അത് തന്നെ. മീനാക്ഷിയുടെ ഫോട്ടോഗ്രാഫി. താൻ തറയുടെ ഫോട്ടോ ആണോ എടുക്കുന്നത്? അല്ല, എന്റെ ഹൈറ്റ് നോക്കിയെടുക്കാം. ഈ ഫോട്ടോ ഫോൺ ക്ലിയർ അല്ല കേട്ടോ. മീനാക്ഷി കണ്ണാടി ഉണ്ടോ? ഇപ്പൊ എനിക്ക് കണ്ണിൽ ലെൻസ് ഉണ്ട്. നോക്കട്ടെ. ഒരു കളേർഡ് ലെൻസ് ഇടായിരുന്നു. കളേർഡ് ഇട്ട് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. ആണ്. മീനാക്ഷിക്ക് പണ്ട് കാണാൻ 2 and 1.5. പണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോ തനിക്ക് ഒരു കാഴ്ച പ്രശ്നമില്ല. അയ്യോ, ഇത്ര സെൽഫിയുടെ ഒരു ബോറ. കുറേ കാലത്തിന് ശേഷം ഒരു സദ്യ. Are you excited? So excited and I'm so hungry. സദ്യയിൽ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം എന്താ? I like this pineapple. എനിക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പൈനാപ്പിൾ ഇത് I like this കൂട്ടുകറി പോലത്തെ സാധനമില്ലേ, I like that. I like ഓലൻ, I like cabbage തോരൻ, I like pickle, I like പരിപ്പ്, I like everything. ഏത് പായസമായിട്ട് ഇഷ്ടം? എനിക്ക് അട ഇഷ്ടമാണ്, പാൽപ്പായസം ഇഷ്ടമാണ്, സേമിയ പായസം ഇഷ്ടമാണ്, കടലപ്പായസം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും പായസം ഉണ്ടോ? എന്ത് കിട്ടിയാലും കഴിക്കും. എൻ്റെ സദ്യയോടുള്ള കൊതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അമ്മയ്ക്ക് എന്താണ് ഇഷ്ടമാണോ സദ്യ? എനിക്ക് സദ്യ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഐ ലൈക്ക് അമ്മ പറഞ്ഞ പോലെ ഈ മഞ്ഞക്കറി, ഈ പൈനാപ്പിളിൻ്റെ അല്ലെങ്കിൽ പച്ചടി. എനിക്ക് അച്ചാർ ഇഷ്ടമാണ്, ഇഞ്ചി ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഓസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. ഇത് ഓലൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഐ ലൈക്ക് ചോറ്. എനിക്ക് പരിപ്പ് വലിയ ഇഷ്ടമല്ല, പപ്പടം അമ്മയ്ക്ക് പപ്പടം ഇഷ്ടം. എനിക്ക് പപ്പടം ഇഷ്ടമല്ല. എവിടെ പോയാലും എൻ്റെ പപ്പടം ഞാൻ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കും, അമ്മൂനോ ആർക്കെങ്കിലും കൊടുക്കും. എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്. പായസം ഇറ്റ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നു. എനിക്ക് അട, നല്ല അടയാണെങ്കിൽ ഇഷ്ടമാണ്, കടല നല്ലതാണെങ്കിൽ ഇഷ്ടമാണ്, പഴം ഇഷ്ടമാണ്, പാൽപ്പായസം ഇഷ്ടമാണ്.
എല്ലാം ഇഷ്ടമാണ്. എനിക്ക് സേമിയ അത്ര ഇഷ്ടമല്ല. നമുക്ക് പായസം ഒരു ഫ്രഷ് ഹോട്ടായിട്ടാണോ ഇഷ്ടം, ഫ്രിഡ്ജിൽ വെച്ച് ആക്ച്വലി തണുപ്പായിട്ടാണ്? കല്യാണത്തിനൊക്കെ നമുക്ക് ഇവിടെ ഹോട്ടായി കിട്ടും, പക്ഷെ എനിക്ക് വീട്ടിൽ കഴിക്കാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തത് അത് ഞാനും അമ്മ ഓരോ പാത്രത്തിലൊക്കെ എടുത്ത് ലാവിഷായിട്ട് ഇങ്ങനെ കഴിക്കും. അതെനിക്കിഷ്ടമാണ്. വിശപ്പുണ്ടോ? വിശപ്പ് ആക്ച്വലി എനിക്ക് വിശപ്പ് വലിയ ഇഷ്ടമാണ്. ബിക്കോസ് വിശന്ന് തുടങ്ങുമ്പോൾ ഞാൻ വിശക്കും ഇനി ഇച്ചിരിയേ കഴിക്കാവുള്ളൂ, അപ്പോൾ ഒന്ന് റെഡ്യൂസ് ആവുമല്ലോ എന്നൊക്കെ. ഇട്ടുള്ളൂ ഇന്ന് പെട്ടോളൂ, നമുക്ക് കഴിക്കണമെന്നില്ല, ലാവിഷായിട്ട് കഴിക്കും. എൻ്റെ പ്ലേറ്റ് ഉണ്ട്, സോറി, എൻ്റെ ഇല്ല. നമ്മൾ സദ്യ കഴിച്ചാൽ ഒന്നും വേസ്റ്റ് ആക്കാതെ ഡീസൻ്റായിട്ട് കഴിക്കുന്ന ആൾക്കാർ. പായസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഇലയെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് 4ാമത്തെ പായസമാണ് കേട്ടോ. മറ്റേ ഷോർട്ട് ചെയ്തിട്ട് ഫൈനലി ബോളി ആൻഡ് പാൽപ്പായസം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ്? ഏത് പായസമാണ് ലാസ്റ്റ്? മീനാക്ഷി ഫോട്ടോ സെഷനൊക്കെ എങ്ങനെ പോയി? ഭയങ്കര ചമ്മലാണ്. മീനാക്ഷിയുടെ എൻഗേജ്മെൻറ്റ് 3 കഴിഞ്ഞ് പതുക്കെ ഇനി വീട്ടിൽ പോകുന്നു. ഇനി വൈകുന്നേരം അടുത്ത ഫങ്ഷനുണ്ട്. ഞാൻ മെറീനയുടെ കല്യാണത്തിന് പള്ളിയിൽ വന്നു. കാണിച്ചു. നാലുകെട്ടെല്ലാം കഴിഞ്ഞു. ഞാൻ പതുക്കെ ഇറങ്ങി. എനിക്ക് അമ്മൂനെ ഞാൻ കൂടെ പോകുന്നില്ല, അമ്മൂനെ ചെന്നൈയിൽ പോകാനായിട്ട് എയർപോർട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി. നോക്കൂ, നല്ല ഡെക്കറേഷൻ. അപ്പം ഞാൻ പോട്ടെ. ഇനി നമുക്ക് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്. ഓസി, ഷാനി, ഹൻസു, അപ്പച്ചിയൊക്കെ ആയിട്ട് നമ്മൾ റിസപ്ഷന് പോകണം. ബാക്കി നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. മെറീനയുടെ റിസപ്ഷൻ എത്തി. ഹായ് ഹായ്. എന്താ ചെയ്യുന്നത്? ഇഷാനിയുടെ കമ്മല് ശരിയാക്കി കൊടുടാ. നൈസ് ഡ്രസ് ഹൻസുകുട്ടി. എവിടെന്നാ? ഏത് ചേച്ചിയുടെയാ? Ahana, this is correct for you. Can you stop bullying me? നന്നായിട്ടുണ്ട്. Yeah, it's nice. This is not my bracelet. This is not my blouse. This is not my sari. This is not my blouse. The makeup is nice. ഇഷാനി ഇട്ടൊന്നും ഇഷാനിടല്ലേ? കമ്മൽ ആരുടേതാ? സാരി ആരുടേതാ? ബ്ലൗസ് ആരുടേതാ? ഓക്കെ ഓക്കെ. ഓസി ഇട്ടേക്കുന്നത് എവിടെ? ഓ ബൈ ഓസി. ബാക്കിയല്ല വേറെ പേര് തന്നു. ഏത് സാരിയാ?
കാണിക്കൂ ബേബി. അൻസുപ്പ എന്താ കാണിക്കുന്നേ? എൻ്റെ ബേബി വീഡിയോസ് ഞാൻ കാണിക്കുന്നത് ചക്കര. അമ്മൂൻ്റെ ഡ്രസ്സൊക്കെ ഇതാ ഒരാൾ വളർന്നു വന്നത് എനിക്ക് വലിയ സന്തോഷമായി. ഓൺലൈനാണ്. ഒന്ന് വേഗം കഴിക്കോ കുട്ടി, നമുക്ക് പോണം. വേഗം കഴിക്കോ. ശരിക്കും തീയല്ലേ? ഇഷാനി നമ്മുടെ വീട്ടിൽ 3 മണിക്കൂർ എടുത്ത ഫുഡ് കഴിക്കുന്നത്. ഇഷാനി ഒന്ന് വേഗം തീർത്ത്. സ്പൂണ് ഞാൻ എടുത്തില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് സ്പൂൺ വേണം. ഇഷാനെയും കാണാനില്ല. ഫോട്ടോഗ്രാഫേഴ്സ് 3 പേരുടെയും ഫോട്ടോ എടുക്കാൻ നമ്മളെ വിളിച്ചു. Very cute. You taking this home? ഈ വെഡിങ്ങിൻ്റെ എല്ലാവരുടെയും റിട്ടേൺ ഗിഫ്റ്റ് ആണ് ഇത്. നൈസ് ഒരു ജെസ്റ്ററാണ് കേട്ടോ. എല്ലാവരും വന്നിട്ട് പോകുന്നവർക്ക് ഓരോ ചെടി കൊണ്ടുപോകാം. ഇഷാനി ചെടി എടുക്കുന്നില്ലേ? ഓരോ ആൾക്കാർക്കും ഓരോ ഫാമിലിക്ക് ഫാമിലിക്കാണ് ഓരോ ആൾക്കാർ. നമ്മുടെ ഫാമിലി എടുത്താൽ ഇവിടെ തീരുമിക്കും. That's a joke. ഡിഫറെന്റ് പ്ലാൻ. നമ്മൾ വീടെത്തി. മുടിയൊക്കെ നോക്കി അവിടെ ഇരുന്ന ഫാൻ കാരണം മുടി പറന്നിങ്ങനെ. അപ്പോൾ ഹൻസുക്കാം സേ ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ്. കാണുമ്പോൾ ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും. അപ്പോൾ ശരി. എന്ത് ശരി? ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഏതിലും ഒന്നെടുത്താൽ മതി. അപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷാനി വാ, ഇഷാനി വാ. അടുത്ത നമ്മുടെ ഓസിയുടെ വക ഒരു പാട്ട്. അതെ അപ്പൊ ഇഷാനി ടാറ്റ പറ. The camera is tilted. ഓ സോറി. അപ്പോൾ ഓക്കെ, സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരെ ടേക്ക് കെയർ, ബൈ. ബൈ ബൈ. Bye. ഇനി നമുക്കിങ്ങനെ നടന്ന് പോകുന്നു. പക്ഷെ അതിലെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പൊക്കം കൂടുതൽ. ആണോ? ഒരു സമയത്ത് എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പൊക്കം. ആക്ച്വലി നമ്മൾ 4 പേര് ആക്ച്വലി ഈക്വൽ ഹൈറ്റ് വേണം അതില്. സാഡ്. Yeah, when I was really small. Okay. ടാറ്റാ.